ഹായ് ഹായ്, ഞാൻ എൻ്റെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് അയിലയും കുറച്ച് ചെമ്മീനും ഒക്കെ കിട്ടി കേട്ടോ. കിട്ടിയതല്ല, വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് പോന്നു. അപ്പോഴത്തേക്കും മീനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അമ്മയുടെ കൈ കൊടുത്തിട്ട് ഞാൻ നേരെ തുണി വിരിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി കേട്ടോ. മുകളിലാണ് നമ്മൾ തുണി വിരിക്കുന്നത്. വെയിലൊക്കെ ഉള്ളപ്പോൾ മുറ്റത്ത് വിരിക്കും കേട്ടോ. അപ്പോൾ അതേണ്ട മഴ വരുന്നു, നല്ല മഴക്കാറുണ്ട് കണ്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗത്തെ വ്യൂ കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ കുറച്ച് സ്ഥലമുണ്ട്, അത് കഴിഞ്ഞ് കണ്ടമാണേ. താണ്ടെ നല്ലതുപോലെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ മഴ പെയ്യുന്ന ലക്ഷണമുണ്ട്. അപ്പം നേരെ മഴ എരച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് മേളിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി 1-2 കുഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ജിമ്മിൽ പോകുന്നതുകൊണ്ട് വീട്ടിലാരും വർക്കൗട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി ജിമ്മിലൊക്കെ പോയിട്ട്. ഇനി പതുക്കെ പോയി തുടങ്ങണം. മടി പിടിച്ചിരിക്കുകയാണ്. പോകാതിരുന്നാൽ പിന്നെ മടിയായി പോകും. എൻ്റെ അമ്മ മീനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നു. ചെമ്മീനും എടുത്ത് വെച്ചിട്ടുണ്ട്. ചെമ്മീൻ്റെ മുകളിലത്തെ എടുത്ത് കളയണം. അതെൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അതെടുത്ത് കളഞ്ഞില്ലേലാണ് നമുക്ക് വയറുവേദനയും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ എടുത്ത് കളഞ്ഞിട്ട് എപ്പോഴും കുക്ക് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ തേണ്ടേ നമ്മൾ മീൻ കറി വെക്കുന്നു. മുളക് കറിയാണ് കേട്ടോ വെക്കുന്നത്, അതാണല്ലോ എളുപ്പം. അപ്പം വേറെ കറിയെന്ന് വെച്ചാൽ വൻപയർ മെഴുക്കുവരട്ടിയുണ്ട്, മോരും കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉള്ളൂ. അപ്പം മീൻ കറിയും കൂടെ ആയിട്ട് വേണം ചോറ് കൊടുക്കാൻ. അപ്പം തേണ്ട കറി പതുക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തൂപ്പും തുടപ്പമൊക്കെയാണ്. അതിനി ഇപ്പോഴൊന്നും ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പം നമുക്കിനി ഇതാണ്ട് നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്, അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നിന്ന് തിളപ്പിച്ച പോലെയാണ് അത് തിളച്ച് വന്നത്. കാരണം തിളയ്ക്കാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നിട്ട് അത് തിളയ്ക്കുന്നില്ലായിരുന്നു. അപ്പം നമുക്ക് സമയക്കുറവായതുകൊണ്ടാണ് ഞാൻ ഈ നോക്കി നിൽക്കുന്നത്. അപ്പോൾ അതേ ഒരുമാതിരിയൊക്കെ തിള വന്നു. ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നാവട്ടെ. അപ്പോൾ പിന്നെ എന്നാ ഉണ്ടാകുക വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. പൊതുവെ ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ല എന്ന്. പക്ഷേ നമുക്ക് എന്തുമാത്രം ജോലിയല്ലേ. ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പണി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്താനെ പോലെ ഓരോന്ന് പുറകെ ഇങ്ങനെ വരും. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞേ. നിങ്ങളുടേത് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വേണ്ട ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്ത് ഇനി നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി പിള്ളേർ വൈകിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ വൻപയറും ഉണ്ട്. അപ്പോൾ വേണ്ട ഞാൻ എല്ലാം കൂടെ എടുത്ത് കഴിക്കുവാണേ. നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഇപ്പം സമയം 2:30 കേട്ടോ. ഇവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അമ്മ അപ്പുറം ഇരുന്ന് കഴിക്കുന്നു. കെട്ടിയവൻ നേരത്തെ കഴിച്ചു. ഇതാണ്ട് ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.